ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പെറ്റൽസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ നമ്മളെ ഒരു വാണ്ടറിഞ്ചി അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചെടുത്തുങ്ങാണ്ട് കൊടുന്നീന്നല്ലോ. അതിൻ്റെ മുന്നത്തെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മളെ കൂടെ നിന്ന കട്ടക്ക് നിന്ന ചെടിയല്ലേ, ആ ചെടീനെ നമ്മൾ അങ്ങനെ ഒഴിവാക്കി വിടുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവനെന്ത് ചെയ്യുക, കട്ട് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട് വേറൊരു ചട്ടിയിലാണ് സെറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ ചട്ടിയിലൊന്നല്ല നമ്മളിത് നടാൻ പോണത്. ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. നമുക്കിത് തിക്കായിട്ട് എങ്ങനെ വളർത്താമെന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, ശരിയാവുമെന്ന് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെറ്റുമെന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചതുരത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് വലിയ പീസൊന്നും എടുക്കണില്ല. നമ്മളൊരു ചട്ടിയിൽ എത്ര എമൗണ്ടിൽ മണ്ണിടാൻ കഴിയുമോ അത്ര വലുപ്പത്തിലേ ഞാൻ എടുക്കണുള്ളൂ. ആ ഒരു ചട്ടിയിൽ കൊള്ളുന്ന അത്ര മണ്ണ് നമ്മളിതിലും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ചകിരിച്ചോറും ചാണകപ്പൊടിയാണ്, ഉണക്ക ചാണകപ്പൊടി. അതും കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിറക്കുന്നത്. അധികം വെയിറ്റ് വേണ്ടാന്ന് കരുതിയിട്ടാണ്. പിന്നെ നല്ലപോലെ വളരും ചെയ്തോട്ടെ, കാരണം പിന്നെ പെട്ടെന്നൊന്നും വളം കൊടുക്കാൻ ഇതിന് കഴിയില്ലല്ലോ, ഉള്ളിലോട്ട് വളം കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കെട്ടിയെടുക്കണം. റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു കിഴി കെട്ടണ പോലെ ഒരു കെട്ട് കെട്ടാം. അങ്ങനെ നമ്മൾ ആ കിഴി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ചൂടിക്കയർ വെച്ചുകൊണ്ട് കെട്ടിക്കൊടുക്കണം. അതായത് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് അതും ഇതിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ലെയർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഉറപ്പുണ്ടായിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിങ്ങനെ ഒരു കിഴി കെട്ടി തൂക്കിയ പോലെയല്ലേ, ഒരു ഭംഗിയില്ലല്ലോ കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി വരുന്ന നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഒരു കുറച്ചുകൂടെ ഒരു ചൂടിക്കയറൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഉള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്ത് ചൂടിക്കയറിന് എടുത്തിട്ട് ഇപ്പോൾ മാക്രമേൻ്റെ വർക്കൊക്കെ ചെയ്യണവർക്ക് ഇപ്പോൾ ഞാൻ ഈ കെട്ടുന്ന കെട്ട് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിളാണ്. ഒരു തല ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആകുമ്പോൾ വെച്ചിട്ട് അതിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ചുറ്റിനെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തിരിച്ച് വെക്കുക. എന്നിട്ട് ആ ഒരു പച്ച നെറ്റ് കാണുന്നത് വരെ നമ്മളത് കവർ ചെയ്യണം. ഈ ചൂടിക്കയർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതുവരെ ചുറ്റി അതിൻ്റെ ആ ഹോളിലൂടെ ഇട്ടാണ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി നിൽക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അതാ നമ്മളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഇങ്ങനെ കാണുമ്പോൾ ഒരു കിഴി ഇങ്ങനെ കെട്ടിത്തൂങ്ങി കാണുമ്പോൾ. പക്ഷേ ഇങ്ങനെ ഇതൊന്നും ശരിക്കും തിരിച്ചറിയില്ല കേട്ടോ. നമ്മൾ ചെടി ഇതിൽ തിക്കായി വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരിച്ചറിയണം. അങ്ങനെ നമ്മളിതാ ഇവനെ മുട്ടടിക്കാൻ പോവുകയാണ്. നമ്മളെ പഴയ ചെടി. സങ്കടം ഉണ്ടല്ലേ, എനിക്കും നല്ല സങ്കടം ഉണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും എന്താ അറിയുമോ, നല്ല തിക്കായി വളർന്ന് നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കണാനാണ് ഭംഗി. നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ സങ്കടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ കട്ട് ചെയ്യലൊന്നുമില്ല, എനിക്കിഷ്ടമല്ല ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കട്ട് ചെയ്യണത്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് അതിൻ്റെ നല്ല തലകൾ മാത്രമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാകുമ്പോൾ എന്താ പറയുക, പെട്ടെന്നാണ് തിക്കായി വളർന്നോളും. എളുപ്പപ്പടിയാണല്ലോ നമ്മളെല്ലാത്തിനും നോക്കുന്നത്. അപ്പോൾ അതാ ഈ കിഴി നല്ലപോലെ ഒന്ന് നനച്ചെടുക്കണം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയെടുക്കുക.
എന്നാൽ ഞാനതങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിതാ ഈ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചാണ് ഒന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നനയുണ്ട്. ഈ നെറ്റ് കുറച്ച് ഹോളൊക്കെ ഉള്ളതുകൊണ്ട് നനയുണ്ട്. ഇനി നമുക്കിത് ഒരു ആണി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ആണി ഉപയോഗിച്ചിട്ട് പിന്നെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ ഓരോന്ന് ചെടി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിതാ ഈ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക. ഈ റൗണ്ടിനെ ഫുള്ളാണ് കവർ ചെയ്തെടുക്കുക. അപ്പം തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാം. ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം തന്നെ ഉണ്ടോ പച്ച അത് കാണാത്ത രീതിയിൽ കവറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളൊന്ന് തിക്കായി വളർന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വാണ്ടറിഞ്ചിയോ നട്ടുപിടിപ്പിക്കണ പോലെയൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിക്കുകയാണ് ഏറ്റവും ബെറ്റർ തന്നെയാണ്. ചിലരൊക്കെ പറയുന്നത് കേട്ടു ഇത് നനക്കാൻ ബുദ്ധിമുട്ട്. അതിനൊരു ബുദ്ധിമുട്ടില്ല. സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല പോലെ നനയുണ്ട്. പുറത്തുനിന്ന് വെള്ളം കൊടുത്താൽ പോരെ. പിന്നെ ഇതിനകത്തേക്ക് അങ്ങനെ വെള്ളം പിന്നെ ഇത് ടൈറ്റായിട്ട് കെട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. ചിലവിൽ ഇതിങ്ങനെ ഈ ഒരു കിഴി കെട്ടുമ്പോൾ അതിൻ്റെ പുറത്തൂടെയൊക്കെ കവർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ടായത് കയർ വെച്ചിട്ട്. അപ്പോൾ ഇതെന്താവും നല്ല ടൈറ്റായി ഒരു ബോൾ പോലെ ആവും. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ചെടിക്ക് വെള്ളം എത്തിക്കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസക്കാരം. അത് ഞാൻ അത്ര ടൈറ്റാക്കി കെട്ടിയിട്ടില്ല. ഇപ്പോൾ കണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട്. ഞാൻ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് ഈ ഒരു ഗ്രോയിങ് ടിപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തുകൊണ്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഇതുണ്ടോ അത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ. ഒരു ദിവസം കൊണ്ട് തന്നെ ഇതുണ്ടോ നല്ല തിക്കായി വളർന്ന പോലെ ആയിട്ടുണ്ട്. ഞാൻ ആ മാറ്റം കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരിക്കും നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഇതുണ്ടോ ഇതൊരു മാസത്തിൻ്റെ മുകളിൽ ഞാൻ നട്ടു വെച്ചിട്ടുള്ള ചെടിയാണ്. അത് ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ അത് കുറച്ചുകൂടെ താഴ്ന്നു വന്നിട്ടുണ്ട്. ഞാനതൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ചട്ടിക്ക് തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. രണ്ട് ഭാഗത്തേക്ക് ഒന്ന് ഫില്ലായി വരട്ടെ എഴുതിയിട്ട്. ഇതിപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിച്ചത് ഇത് ഒരു മാസം വളർന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം തന്നെ അറിയില്ല. അപ്പോൾ ആ ഒരു ചട്ടി കവർ ചെയ്ത് വരണമെങ്കിൽ ഇത് എത്ര മാസം കഴിയേണ്ടി വരും. ഇപ്പോൾ 6 മാസത്താണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന ചെടി. ഇതിൻ്റെ പഴയ ചെടി അറിയണത് 6 മാസത്തെ വളർച്ചയാണ്. അതും ഒരു ഭംഗിയിൽ വളർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വളരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രോയിങ് ടിപ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് ഒരു നീണ്ടു വളർന്ന ആ ഒരു കഷ്ണമാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കരുതി ഇപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടോ ചട്ടി പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അതിൽ അങ്ങനെ ചെടി വെക്കടിയിൽ ഒരർത്ഥമല്ല തോന്നിയോണ്ട് ഇപ്പോൾ ഞാനിത് ഒരു പഴയൊരു കുപ്പിയിൽ നിറച്ച് ഹോൾട്ട് വെച്ചതായിരുന്നു. ഇതിൽ ഞാൻ 10 മുല്ല വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു കുപ്പി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൽ മണ്ണ് നിറക്കുകയാണ്. അപ്പോൾ ഇതിന് ഹോളിടാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെ പപ്പടക്കോലുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിന് ഓരോ ഹോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഹോൾ ഞാനിതിന് മുന്നേ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ബാക്കിയുള്ള ഭാഗം കൂടി അതിലൊന്ന് നട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് എങ്ങനെ വളരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു അപ്ഡേഷൻ ഞാൻ പിന്നെ ചെയ്യണതാണ്. അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമല്ല. എന്താ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ടേ 2 മാസം. അപ്പോൾ നമ്മളെ ഫോണിൽ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അങ്ങനെ പിന്നെ അത് റിമൂവ് ആയി പോവുകയെ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിയൂല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ ചെയ്യുന്നതാണ്. നല്ല ഭംഗി ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത് നമ്മളങ്ങനെ നട്ടെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ ടിപ്പൊക്കെ വലുതായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതിലേറെ ഒന്നും കൂടിയും കൂടുതൽ ടൈം എടുത്തിട്ടേ ഇത് തിക്കായി വരുള്ളൂ. ഇതും തിക്കായി വരും. ഇതിന് പിന്നെ വെള്ളം ഒഴിക്കാൻ പ്രയാസമൊന്നുമില്ല. ഞാൻ അതിൻ്റെ പകുതിയേ ഉള്ളൂ മണ്ണ് നിറച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒഴിച്ചു കൊടുത്താൽ താഴെ വരെ നനഞ്ഞു വരും. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് 20 ദിവസത്തെ വളർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ചട്ടിയിൽ ഹോൾട്ട് കണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല തിക്കായിട്ട് വളർന്നു വരുന്നത്. കണ്ടോ 20 ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇത് കവറായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി തിക്കായി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ 2 ചെയ്തതും നല്ല ഭംഗിയായിട്ട് തന്നെ വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഈ വാണ്ടറിഞ്ചിയു ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു നോക്കൂ. നല്ല ഭംഗിയായിട്ട് തന്നെ വളരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.